സ്നേഹതീരമാം എൻ്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല. നിറവസന്തമായി തെളിഞ്ഞൊരെൻ മനമിരുളടഞ്ഞു പോയതറിഞ്ഞില്ല. ഉമ്മയാണെനിക്കുയേറെ ഇഷ്ടം, ഉപ്പയില്ലാതില്ല ജീവിതം. ഉമ്മയാണെനിക്കുയേറെ ഇഷ്ടം, ഉപ്പയില്ലാതില്ല ജീവിതം. താങ്ങിനു താങ്ങായി തണലിനു തണലായി എന്നും അവർ രണ്ടുപേരും വേണം. സ്നേഹം പകരാനറിയുന്നതവർ സ്നേഹതീരമാം എൻ്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല. നിറവസന്തമായി തെളിഞ്ഞൊരെൻ മനമിരുളടഞ്ഞു പോയതറിഞ്ഞില്ല. കണ്ണീരിൽ മുങ്ങുന്ന വാക്കുകൾ പറഞ്ഞു ഞാൻ ഉമ്മാന്റെ മനമറിയാതെ. ഉമ്മ വെറുക്കുന്നതെന്നും ഞാൻ എതിർക്കും ഉമ്മാന്റെ സ്നേഹമറിയാതെ. ഉമ്മാന്റെ ഇടറുന്ന മൊഴികൾ പോലും അറിയാൻ കഴിഞ്ഞില്ല. റബ്ബേ റബ്ബേ സ്നേഹതീരമാം എൻ്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല. നിറവസന്തമായി തെളിഞ്ഞൊരെൻ മനമിരുളടഞ്ഞു പോയതറിഞ്ഞില്ല. കുഞ്ഞുനാളിൽ എൻ്റെ ഉപ്പ കൂടെയോടിക്കളിക്കും ആ കളി എന്ന സ്വപ്നം മാത്രമാ. എൻ്റെ കൊഞ്ചിച്ചിരി കണ്ട് ഉപ്പ പൊട്ടി പൊട്ടി ചിരിക്കും ആ ചിരി എന്ന് ദൂരെ മാഞ്ഞു പോ. എന്നാണ് ഇരുളടഞ്ഞെൻ്റെ ജീവിതം തിരി തെളിയുന്നതു. റബ്ബേ റബ്ബേ സ്നേഹതീരമാം എൻ്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല. നിറവസന്തമായി തെളിഞ്ഞൊരെൻ മനമിരുളടഞ്ഞു പോയതറിഞ്ഞില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, പ്രിയപ്പെട്ടവരെ, സർവാദിനാഥനും സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കുകയും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ചര്യയും കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാവരും പിൻപറ്റാൻ താല്പര്യപ്പെടുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
നമ്മുടെ ജീവിതത്തിൽ നന്മയുടേതായ വിവിധങ്ങളായ വശങ്ങൾ നമ്മൾ ഗ്രഹിച്ചവരാണ്, പഠിക്കുന്നവരാണ്, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നവരുമായ ആളുകളാണ് നാം. അങ്ങനെയുള്ള നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട, അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട പല നന്മകൾ നമ്മൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ മനുഷ്യർക്ക് തൻ്റെ നാഥനോടുള്ള ബാധ്യതകളെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ട്. നിഷിദ്ധമായ സംഗതികളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നമ്മുടെ നാഥൻ നമ്മോട് കൽപ്പിക്കുമ്പോൾ വലിയ താല്പര്യത്തോടെയും ഉത്സാഹത്തോടെയും ആ നിഷിദ്ധമായ സംഗതികളെ ഭയപ്പെട്ടുകൊണ്ട് പേടിയോടുകൂടി അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് നമ്മൾ. ആ നമ്മുടെ ജീവിതത്തിൽ നാഥനോടുള്ള ബാധ്യതകളും നാഥൻ്റെ കൽപ്പനകളും അനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ നാഥൻ നിർദ്ദേശിച്ച മറ്റൊരു സംഗതിയാണ് അവനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ, അതായത് അള്ളാഹുവോടുള്ള ബാധ്യത കഴിഞ്ഞാൽ മനുഷ്യൻ സാക്ഷാത്കരിക്കേണ്ട അല്ലെങ്കിൽ പൂർത്തീകരിക്കേണ്ട അതീവ പ്രധാനമായ സംഗതി അവരുടെ മാതാപിതാക്കളോടുള്ള ബാധ്യത. നമ്മൾ എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവർക്കും നന്മകളും സുഹൃതങ്ങളുമൊക്കെ ചെയ്യുവാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിയാനും അവരെ സഹായിക്കാനും ഒക്കെ നമ്മൾ മുതിരുമ്പോൾ ജീവിതത്തിൻ്റെ മിക്ക മേഖലകളിലും നമ്മെ ഓർമ്മിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ജീവിക്കുന്ന രണ്ട് പേർ. ഒന്ന് അവൻ്റെ മാതാവാണ്, മറ്റൊന്ന് പിതാവാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വേദന പലപ്പോഴും നമുക്കറിയാവുന്നുള്ളൂ. ജീവിച്ചിരിക്കുന്ന നാളുകളിൽ മാതാപിതാക്കളെക്കുറിച്ചുള്ള ധാരണ പലപ്പോഴും മനുഷ്യൻ അശ്രദ്ധമായി തീരാറുണ്ട്. അവരെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ പരിപാലിക്കാനോ ആ സമയങ്ങളിൽ അവൻ സമയം കണ്ടെത്താറില്ല. തന്നെ സംരക്ഷിച്ച് അല്ലെങ്കിൽ ഒരുപാട് നാളുകൾ ഗർഭം ചുമന്നുകൊണ്ട് 10 മാസത്തോളമൊക്കെ ഗർഭം ചുമന്നുകൊണ്ട് വലിയ വേദനയോടുകൂടി പ്രസവിച്ച തൻ്റെ മാതാവ് അതിനുശേഷമുള്ള നാളുകളിൽ അവന് മുലപ്പാൽ നൽകി ഒരുപാട് ഹോസ്പിറ്റലുകളിലും മറ്റുമൊക്കെ ഉറക്കമൊഴിച്ചുകൊണ്ടും പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പോറ്റി വളർത്തിയ അവൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. അതുപോലെ തന്നെ അവന് വേണ്ടി അവന് പോലും കാണുന്നതിന് മുമ്പേ ഗൾഫ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വല്ല സ്ഥലങ്ങളിലേക്കുമൊക്കെ ജോലിയാർത്ഥം വന്ന് അവൻ്റെയും അവൻ്റെ മാതാവിൻ്റെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയും സംരക്ഷണ ബാധ്യത ചുമതലയുള്ള പിതാവ് മലയാളങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ട് അവന് വേണ്ടി, അവൻ്റെ പഠനത്തിന് വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഒരു നേരത്തെ ആഹാരം പോലും താൻ കഴിച്ചില്ലെങ്കിലും തൻ്റെ മക്കൾ നല്ല രീതിയിൽ ആഹാരം കഴിക്കട്ടെ, മക്കൾ നല്ല രീതിയിലുള്ള ശീതീകരിച്ച സംവിധാനങ്ങളിൽ നടക്കട്ടെ, നല്ല വസ്ത്രം ധരിക്കട്ടെ, നല്ല നിലയിൽ ഉറങ്ങട്ടെ, അവൻ മറ്റുള്ളവർക്കിടയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്നാഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട പിതാവ്. അങ്ങനെയുള്ള പിതാവിന് അവനിൽ നിന്ന് ലഭ്യമാകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു നല്ല സംസാരം തൻ്റെ മക്കളിൽ നിന്ന് തനിക്ക് ലഭിക്കണമെന്ന ഒരു അംഗീകാരമാണ് ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. എന്നാലോ ഇസ്ലാമിക ആദർശവും വിശ്വാസവും ഒക്കെ പഠിച്ചവരിൽ തന്നെയും പലപ്പോഴും ആ ധാരണയിൽ വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഗൗനിക്കേണ്ട പ്രകാരം മാതാപിതാക്കളെ ഗൗനിക്കാത്ത ഒരവസ്ഥ, പരിഗണിക്കേണ്ട പോലെ അവരെ പരിഗണിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ പരിശോധിച്ചാൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവർ തന്നെയും അവർക്ക് അവരുടെ ജോലിയും തിരക്കും കഴിഞ്ഞാൽ തൻ്റെ മാതാവിനെ സംരക്ഷിക്കാൻ സമയമില്ല. അപ്പോൾ പണം നൽകിയിട്ടൊക്കെ വല്ല വൃദ്ധസദനങ്ങളിലോ അല്ലെങ്കിൽ ആതുരാലയങ്ങളിലോ കൊണ്ടുപോയി അവരവിടെ ഏൽപ്പിക്കുക. അങ്ങനെയുള്ള വളരെ മോശമായ അവസ്ഥയുണ്ട്. ഇനിയോ വീട്ടിൽ ജീവിക്കുന്ന മാതാവാണെങ്കിലും അല്ലെങ്കിൽ ഉപ്പയാണെങ്കിലും അവരെ വലിയ രീതിയിൽ തൻ്റെ മാതാപിതാക്കളെ മറ്റുള്ളവർക്കിടയിൽ പരിചയപ്പെടുത്തുമ്പോൾ പോലും പ്രായാധിക്യമുള്ളവരാ, അതുകൊണ്ടൊരു മോശമായ രീതിയിൽ കാണുന്നവരായ മനുഷ്യന്മാർ. ചിലർ മാതാവിനെ ചവിട്ടുന്നു. ആ മാതാവിനെ ചവിട്ടുന്ന സമയത്ത് അവൻ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവൻ്റെ പൊക്കിൾ കൂടി പോലും കരയുന്നുണ്ട്. കാരണം എന്തേ? അവൻ്റെ മാതാവ് ഗർഭ കാലഘട്ടങ്ങളിൽ അവന് ഉള്ള ഭക്ഷണം നൽകിയിരുന്നത് അല്ലെങ്കിൽ അവനുള്ള ഭക്ഷണം പോലും ലഭ്യമായിരുന്നത് അവൻ്റെ ആ പൊക്കിൾ കുടിയിലൂടെ ആയിരുന്നു. മാതാവിൻ്റെ ഭക്ഷണം അവൻ്റെ പൊക്കിൾ കുടിയിലൂടെയാണ് അവന് ലഭ്യമായിരുന്നത്, അവൻ ഗർഭസ്ഥ സന്ദർഭങ്ങളിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ.
അപ്പോൾ അത്രത്തോളം തൻ്റെ പൊക്കിൾ കൊടി പോലും തൻ്റെ നാഥൻ തനിക്ക് പിന്നെ അത് ദൃഷ്ടാന്തമായിട്ട് നിർത്തുകയാണ്. കാരണം തൻ്റെ മാതാവിൽ നിന്നുള്ള ഭക്ഷണം തനിക്ക് നൽകപ്പെട്ടിരുന്ന അതിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നമ്മോട് എന്ത് കാര്യം പറഞ്ഞാലും അത് വലിയ താല്പര്യത്തോടു കൂടി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ നാഥനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ മനുഷ്യൻ വലിയ താല്പര്യത്തോടു കൂടി കാണേണ്ട ഒരു സംഗതിയാണ് തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവരെ നല്ല രീതിയിൽ പരിഗണിക്കുക എന്നത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. അതായത് തൻ്റെ നാഥനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ നാഥനെ ആരാധിക്കുക, അതുപോലെ തന്നെ ഒന്നും പടച്ച റബ്ബിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. പിന്നെയോ മാതാപിതാക്കളോട് നല്ല രീതിയിൽ സഹവർത്തിക്കുക. എങ്ങനെയായി നല്ല രീതിയിൽ സഹവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലും സമ്പാദ്യം കൊടുക്കലല്ല, മറിച്ച് മാതാപിതാക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ പരിഗണിക്കുമ്പോഴാണ് ആ സ്നേഹം യഥാർത്ഥമായ സ്നേഹമായി തീരുന്നത്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭ്യമാകുന്ന ഒരുപാട് നന്മകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും അവർക്ക് ബാക്കിയാവുന്ന അമലുകളിൽപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ സൽക്കർമ്മമായിക്കൊണ്ട് അവർക്ക് അവശേഷിക്കാവുന്ന ഒരു കാര്യം നമ്മളിൽ നിന്ന് ലഭ്യമാകുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ പുറത്തു കൊടുക്കണമേ എന്ന് നാഥനോട് മനമുരുകിക്കൊണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭ്യമായി തീരുകയാണ്. നോക്കൂ, നിങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് എത്രത്തോളം ബാധ്യതയുണ്ട്. ഇനിയോ നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ആ ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിങ്കൽ വലിയ അംഗീകാരമുണ്ട്. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും അംഗീകാരം ലഭ്യമാകുന്നു എന്നതാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മഹാനായ ബുറൈദ് ബിൻ ഉസൈബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ പറയുകയാണ്, വഇന്നൽ ഖുർആന യൽഖാ സ്വാഹിബഹു യൗമൽ ഖിയാമ ഹീന യൻഷഖു അൻഹു ഖബറു കർറജുലി ഷാഹിബ്. അതായത് വിശുദ്ധ ഖുർആനിൻ്റെതായ ആളുകളെ അല്ലെങ്കിൽ ഒരു വക്താവിനെ നാളെ ഖബർ പിളർക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ആ ക്ഷീണത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഖബർ പിളർന്നുകൊണ്ട് അതിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുവരികയാണ്. അങ്ങനെ ആ മനുഷ്യനെ കൊണ്ടുവന്നുകൊണ്ട് ആ മനുഷ്യനോട് അയാളെ ആ രീതിയിൽ ഖുർആൻ കണ്ടുമുട്ടുന്നു. എന്നിട്ട് ഖുർആൻ അയാളോട് ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, നീ എന്നെ അറിയുമോ എന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തൊരു മനുഷ്യനോട് ആ ഖുർആൻ ചോദിക്കും. അപ്പോൾ അയാൾ പറയും, മാ അരിഫുക, നിന്നെ ഞാൻ അറിയില്ല. അപ്പോൾ ഖുർആൻ പറയാം, ഹൽ തഅരിഫുനി, ആ വിശുദ്ധ ഖുർആൻ പറയാണ്, അന സ്വാഹിബുകൽ ഖുർആൻ അല്ലദീ അദ്മഅതുക ഫിൽ ഹവാജിരി വസ്ഹർതു ലൈലക വഇൻ കുല്ലി താജിർ മിൻ വറാഇ തിജാറ വഇന്നക യൗമ മിൻ വറാഇ കുല്ലി തിജാറത്തിൻ ഫയുഅത്തൽ മുൽക ബിയമീനി. അതായത് നീ നിന്റെ കാലഘട്ടങ്ങളിൽ പാരായണം ചെയ്തിരുന്ന വിശുദ്ധ ഖുർആനാണ് ഞാൻ എന്ന് ആ ഖുർആൻ പറയുകയും ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത മനുഷ്യനെ അള്ളാഹു പ്രത്യേകമായി വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വലിയ അംഗീകാരം എന്ന നിലയിൽ നല്ല ഒരു വസ്ത്രം അദ്ദേഹത്തെ ധരിപ്പിക്കുകയാണ്. ആ വസ്ത്രം ധരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും വിളിക്കുകയാണ്. എന്നിട്ട് മാതാപിതാക്കളോട് മാതാപിതാക്കൾക്കും ഏറ്റവും നല്ല രീതിയിലുള്ള വസ്ത്രം അള്ളാഹു ധരിപ്പിക്കുന്നു. അപ്പോൾ മാതാപിതാക്കൾ ചോദിക്കുകയാണ്, എന്തിനാ ഞങ്ങൾക്ക് ഈ തരത്തിലുള്ള വസ്ത്രം ധരിപ്പിക്കുന്നത്, ഈ അംഗീകാരത്തിൻ്റെ വലിയ പട്ടങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് നൽകുന്നത് എന്ന് മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചിരുന്നു, നിങ്ങളുടെ മക്കൾ വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളായി ജീവിച്ചിരുന്നു, അതിനുള്ള അംഗീകാരമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ലഭ്യമാകുന്നൊരു അംഗീകാരമാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് വലിയ ബാധ്യതകളുണ്ട്. നമ്മുടെ മുൻഗാമികളായ ഓരോ പണ്ഡിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടവരാണ്. അത് നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്നതുമാണ്. കാരണം സഹാബിവര്യന്മാരുടെ ജീവിതത്തിൽ അവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പലതും എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. പ്രവാചകന്മാരിൽ പലരുടെയും ചരിത്രം നമുക്കറിയാമല്ലോ. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പ്രവാചകൻ അവിടുത്തെ മാതാവിൻ്റെ ഖബർ കാണാൻ വേണ്ടി ചെല്ലുകയും മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്ത സന്ദർഭം. കാരണം അള്ളാഹുവിൻ്റെ പെർമിഷൻ ലഭ്യമാകാത്തൊരു ഘട്ടം. എന്നിട്ട് പ്രവാചകന് കരഞ്ഞൊരു സന്ദർഭമുണ്ട്, എൻ്റെ ഉമ്മ എന്ന് ഓർത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പ്രവാചകൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, ഈസാ അലൈഹിസ്സലാം അവിടുന്ന് തൊട്ടിലിൽ കിടക്കുമ്പോൾ പറയാം, വബർറം വാലിദതി വലം ജബ്ബാറൻ അസിയ, അള്ളാഹുവിൻ്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമേ, മാതാവിന് പുണ്യം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ സലഫു സക്കരിയ അലി ഇസ്ലാമിൻ്റെയും യഹ്യ അലി ഇസ്ലാമിൻ്റെയും ചരിത്രത്തിൽ വബർറം ബിവാലിദഹ്,
എൻ്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർക്ക് പുണ്യം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ച ഒരുപാട് സംഭവങ്ങൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേട്ടതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു സ്വർഗം കാണിക്കുകയാണ്. അപ്പോൾ സ്വർഗം കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് മനോഹരമായ രീതിയിൽ ഒരാൾ ഇങ്ങനെ ഖുർആൻ പാരായണം നടത്തുന്നു. നോക്കുമ്പോൾ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവാണ്. അപ്പോൾ ഹാരിസത്ത് ബിൻ നുഅ്മാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അവിടെ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും മാത്രം എന്ത് സുഹൃതമാണ് ചെയ്തത്. അദ്ദേഹം മാതാപിതാക്കൾ ഖിദ്മത്തെടുത്തിരുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു മഹാനായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ നോക്കിയിട്ട് പറയുകയാണ്, കദാലികുമുൽ ബിർറ്, കദാലികുമുൽ ബിർറ്, ഇപ്രകാരമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്താൽ അയാൾക്ക് ലഭ്യമാകുന്ന നന്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ നിന്നുള്ള നന്മകൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ, തേടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പകർത്താനും സ്വീകരിക്കാനുമുണ്ട്. നോക്കൂ, ഉവൈസ് ഇബ്നു ആമിർ അൽ കർണി എന്ന മഹാനായ ഒരു സഹാബി വരുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ ഉവൈസിനെ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊള്ളുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതകാലം മുഴുവനും ഉവൈസ് ഇബ്നു ആമിർ അൽ കർണിയെ തെരഞ്ഞു നടന്നു. എവിടെയായി ഉവൈസ് ഉള്ളത് എന്നത് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉവൈസ് ഇബ്നു ആമിർ അൽ കർണിയെ തെരഞ്ഞ് കണ്ടുപിടിക്കുകയാണ്. ഉവൈസ് ഇബ്നു ആമിർ അൽ കർണി എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും കുഷ്ഠരോഗം ബാധിച്ചുകൊണ്ട് ശരീരം വികൃതമായൊരു മനുഷ്യനാണ്. എന്നിട്ട് ആ മനുഷ്യൻ്റെ അരികിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ എന്താണ് ആ മനുഷ്യനുള്ള നന്മ എന്ന് ഉമർ റളിയല്ലാഹുവിന് തിരക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന് ചെല്ലുന്ന കാണുകയാണ്. ഉവൈസ് ഇബ്നു ആമിർ കർണി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്ത് നന്മയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് പറയുകയാണ്, ഉദ്ഉല്ലാഹ അയ്യഗ്ഫിർലി, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഉവൈസേ എന്നാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമുക്ക് ലഭ്യമായത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിലൂടെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും അധികം വേണ്ടപ്പെട്ട, മുസ്ലിം സമൂഹം ഒരു ഹദീദ് വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ അബീ ഹുറൈറ എന്ന് പറഞ്ഞിട്ടാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്ന മനുഷ്യൻ അല്ലെങ്കിൽ മഹാരഥനായൊരു സ്വഹാബി വര്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു താല്പര്യമായി അദ്ദേഹം കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവ് ഇസ്ലാം സ്വീകരിക്കണമെന്നതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ മാത്രം വന്നിരുന്നു കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മുഴുവൻ കാര്യങ്ങളും തൻ്റെ ബുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു, പഠിക്കുന്നു, അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നു, ആളുകളിലേക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വ്യവഹാരങ്ങളിലേക്കോ കച്ചവടത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ഭൗതികമായ കാര്യങ്ങളിലോ ഒന്നും താല്പര്യമില്ല. പലപ്പോഴും മദീനയിലെ പള്ളിയിൽ പോലും ബോധരഹിതനായി അദ്ദേഹം വീഴുമായിരുന്നു. എന്തേ? അദ്ദേഹത്തെ ആളുകൾ ഇങ്ങനെ പ്രാന്തനാണ് എന്ന് വിചാരിച്ചിട്ട് പള്ളിയിലേക്ക് വരുന്ന ആളുകളെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി നോക്കും, എന്താ അബൂ ഹുറൈറയ്ക്ക് പറ്റിയത് എന്ന് നോക്കാൻ. അദ്ദേഹം പറയാം, എനിക്ക് ഭ്രാന്തായിരുന്നില്ല, വിശപ്പിൻ്റെ കാഠിന്യം കാരണം, പട്ടിണി കാരണം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. കാരണം ആഹാരം കഴിക്കണമെങ്കിൽ അത് പോയി അധ്വാനിക്കാൻ പോലും അദ്ദേഹം ആ സമയം കൂടി ഇൽമ നേടുകയാണ്, പഠിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ. അങ്ങനെയുള്ള സ്വഹാബി വരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇൽമ നേടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മാതാവ് ഇങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് മോശമായിട്ട് പറയും, പ്രവാചകനെ കുറിച്ച് കുറ്റപ്പെടുത്തി പറയും. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വീണ്ടും കരഞ്ഞുകൊണ്ട് ഓടി വന്നുകൊണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അങ്ങയിൽ നന്മകൾ അന്വേഷിച്ച് പഠിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നുകർന്നു നൽകുന്നു. എന്നാൽ വീട്ടിലേക്കെത്തുമ്പോൾ അങ്ങേ എൻ്റെ മാതാവ് ചീത്ത പറയുന്ന അവസ്ഥ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മയൊന്ന് ദീന് സ്വീകരിക്കാൻ, ഇസ്ലാമിലേക്ക് വരാൻ നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അബൂ ഹുറൈറയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നത് മാതാവ് ഇസ്ലാം സ്വീകരിക്കുക എന്നതായിരുന്നു. മാതാവ് ഇസ്ലാം സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് എന്നും ആവശ്യപ്പെടുന്നു, പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. അബൂ ഹുറൈറ ഒരു ദിവസം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മാതാവത കുളിക്കുന്നു. മാതാവ് പറയുന്നു, മോനെ അവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കുകയാണ്.
അതുമാത്രമല്ല, പിന്നെ അബൂ ഹുറൈറയുടെ രണ്ടാമത്തെ ആഗ്രഹം ആ സന്തോഷവുമായി റസൂലുള്ളാഹിയുടെ സവിധത്തിലേക്ക് വന്നുകൊണ്ട്, നബിയെ, എൻ്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മയും ഞാനും മുസ്ലിം സമുദായത്തിന് പ്രിയപ്പെട്ടവരായി തീരാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി വീണ്ടും പ്രാർത്ഥിക്കുന്നു, അബൂ ഹുറൈറയെ മുസ്ലിം സമൂഹത്തിന് പ്രിയപ്പെട്ടവനാക്കി തീർക്കണമെന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തെ ഓർക്കുന്നു. അങ്ങനെയുള്ള ഒരു സഹാബി വര്യൻ. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് തന്നെ നമുക്ക് വരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട മാതാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രങ്ങളുമായി പരിശോധിക്കുമ്പോൾ, പ്രവാചകൻ അധികകാലം തൻ്റെ മാതാവിൻ്റെ സ്നേഹം ലഭ്യമായിരുന്നില്ല, അങ്ങോട്ടത് നൽകാനും കഴിഞ്ഞിരുന്നില്ല. അവിടുന്ന് നുബുവത്ത് ലഭ്യമായപ്പോഴേക്ക്, അല്ലെങ്കിൽ പ്രവാചകൻ അത് മുഴുവനും ഇസ്ലാമികമായിക്കൊണ്ട് തൻ്റെ ആളുകളിലേക്ക് നന്മകൾ മുഴുവനും പഠിപ്പിക്കുന്ന ആളുകളിൽ പോലും മാതാവിൻ്റെ സ്നേഹം ലഭ്യമല്ല. നന്നേ ചെറുപ്പത്തിൽ ആ മാതാവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു, പിതാവിൻ്റെ സ്നേഹം ജനിക്കുന്നതിന് മുമ്പേ നഷ്ടപ്പെട്ടു. എന്നാലോ റസൂൽ സഹാബത്തിനെ പഠിപ്പിച്ചു, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മാതൃകയാക്കേണ്ട ഒരുപാട് മാതൃക. ഒരിക്കൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബിവര്യന്മാർക്കിടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു വൃദ്ധയായ സ്ത്രീ അതുവഴിയെ കടന്നു വരുന്നു. ആ സന്ദർഭത്തിൽ റസൂൽ എണീക്കുന്നു, അവിടുത്തെ തട്ടം വിരിക്കുന്നു. എന്നിട്ടോ ആ വന്ന സ്ത്രീയോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറയുന്നു. സഹാബത്ത് അത്ഭുതപ്പെട്ടു. എന്തിനാ ഒരു വൃദ്ധയായ സ്ത്രീയെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ എണീറ്റുന്ന് ആദരിക്കുകയും ഒരു തട്ടം വിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുത്തുകയും ചെയ്യുന്നത്? റസൂൽ പറയാണ്, എനിക്ക് ചെറുപ്പത്തിൽ മുലപ്പാൽ നൽകിയ സ്ത്രീയാ, എന്നെ ചെറുപ്പത്തിൽ മുലപ്പാൽ നൽകി സംരക്ഷിച്ചവർ അവരാണ്, അതുകൊണ്ടാണ് ഞാൻ അവരെ ആദരിക്കുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ സഹാബിവര്യന്മാരിലും ആ നന്മകൾ ഉണ്ടായിരുന്നു. ഓരോ സഹാബിവര്യന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അവർ മരിക്കുന്ന ഘട്ടത്തിൽ പോലും, ഇപ്പോൾ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന വിഖ്യാതനായ സഹാബിവര്യൻ മരിക്കുന്ന സന്ദർഭം അറിയാം. എല്ലാവരും വന്നുകൊണ്ട് അംർ ബിൻ ആസിനോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്ന മരിക്കുന്ന സമയത്ത്? നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് റസൂൽ സുവിശേഷം അറിയിച്ചിട്ടില്ലേ എന്നൊക്കെ സാന്ത്വനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാക്കുകൾ സഹാബിവര്യന്മാർ അംർ ബിൻ ആസിൻ്റെ അരികിൽ നിന്നുകൊണ്ട് നൽകുമ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ കരച്ചിൽ മാറുന്നില്ല. മുഖം ചുമരിലേക്ക് തിരിച്ചുകൊണ്ട് ആളുകൾ തൻ്റെ മുഖത്തെ മാറ്റിയിട്ട് ഒരു ഭാഗത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന അംർ ബിൻ ആസിൻ്റെ അരികിലേക്ക് പ്രിയപ്പെട്ട മകൻ വന്നുകൊണ്ട്, യാ ബത് അമാ ബശറക റസൂലുള്ളാഹ്, എന്തിനാ ഉപ്പ നിങ്ങൾ കരയുന്നത്? റസൂലുള്ള സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ എന്ന് മറ്റുള്ള സഹാബിവര്യന്മാർ മുഴുവനും സന്തോഷം പറഞ്ഞു. പക്ഷെ അംർ ബിൻ ആസിൻ്റെ കണ്ണുനീര് പോയില്ല, അംർ ബിൻ ആസിന് സന്തോഷം വന്നില്ല. പ്രിയപ്പെട്ട മകൻ വന്നിട്ട്, ഉപ്പ നിങ്ങൾ കരയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അംർ ബിൻ ആസ് മുഖം ജനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ, എന്തേ, ഞാൻ മരണപ്പെട്ടാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ കാൽപാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് നന്മയിൽ ജീവിക്കുന്ന ഒരു മകനെ എനിക്ക് ബാക്കിയാക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷത്തോടുകൂടി അംർ ബിൻ ആസ് പുഞ്ചിരിയോടുകൂടി മരിക്കയാ. അതായിരുന്നു അവരുടെ ജീവിതം. നമ്മുടെ മുൻഗാമികളിൽ ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ മകന് കാരണം അഭിമാനിക്കാൻ കഴിഞ്ഞിരുന്നു, അബ്ദുള്ള കാരണം അഭിമാനിക്കാൻ കഴിഞ്ഞിരുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രിയപ്പെട്ട മകൻ കാരണം അഭിമാനിക്കാൻ കഴിഞ്ഞിരുന്നു, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നതുപോലെ നടക്കുകയും പ്രവാചകൻ ഇരുന്നതുപോലെ ഇരിക്കുകയും പ്രവാചകൻ വിശ്രമിച്ചതുപോലെ വിശ്രമിക്കുകയും പ്രവാചകൻ്റെ ജീവിതം മുഴുമിക്ക മേഖലകളിലും കൊണ്ടുവരികയും ആ സുന്നത്തുകളെ മുഴുവനും പിൻപറ്റുകയും ചെയ്തതിനാൽ തന്നെയും മുത്തബിഉസ് സുന്ന, റസൂലുള്ളാഹിയുടെ സുന്നത്തിന് അതുപോലെ പിൻപറ്റിയ സഹാബിവര്യനാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ ഉമറിനെ കൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിമാനിക്കുമായിരുന്നു, എനിക്കിങ്ങനെ ഒരു മകനുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എങ്കിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അവരോടൊക്കെ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. നമ്മുടെ മക്കൾ നമുക്ക് വഴിപ്പെട്ട് വളരാനും നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ വഴിപ്പെട്ട് ആ നന്മയിൽ ജീവിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഗതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയായിക്കൊണ്ട് പഠിപ്പിച്ച ആ സംഗതികളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുറഹ്മാൻ ബിൻ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമൽ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാ, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള സംഗതി ഏതാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ റസൂൽ ഉടനെ പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. പിന്നെ ഏതാ? റസൂൽ വിശദീകരിക്കുക, ബിർറുൽ വാലിദൈൻ,
തൻ്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നതാണ് പിന്നെ വലിയ നന്മയായിക്കൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച സംഗതി. അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളുള്ള നന്മ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ലാ യജ്സി വലദൻ വാലിദൻ ഇല്ലാ യജിദഹു മംലൂക ഫയശ്തരിബഹു ഫയുഅതിക. അതായത് ഒരു മകനും തൻ്റെ പിതാവിന് പ്രത്യുപകാരം ചെയ്തവനായി തീരുകയില്ല, തൻ്റെ പിതാവിന് ഉപകാരം ചെയ്തവനായിക്കൊണ്ട് ഒരാളും തീരുകയില്ല. എത്രത്തോളം വെച്ചാൽ ഒരു പിതാവ് അടിമയായിക്കൊണ്ട് ജീവിക്കുന്ന നാളുകളിൽ ആ പിതാവിനെ വിലക്ക് വാങ്ങിയിട്ട് മോചിപ്പിച്ചാൽ പോലും അവനൊരു ഉപകാരം ചെയ്തവനല്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ബാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മാതാവിനോടാണ് കൂടുതൽ ബാധ്യതയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിക്കുകയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പ്രവാചകരോട് ചോദിക്കുകയാം, യാ റസൂലല്ലാഹ് മൻ അഹഖുൻ നാസ് ബി ഹുസ്നി സഹാബതി, ജനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ സഹവസിക്കേണ്ടത് ആരോടാ? ജനങ്ങളിൽ ഒരുപാട് മനുഷ്യന്മാരുണ്ട് ലോകത്ത്, അവരിൽ ഏറ്റവും അധികം നല്ല രീതിയിൽ ഞാൻ ആരോടാ സഹവസിക്കേണ്ടത്? റസൂൽ പറഞ്ഞു, ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോടാ. അപ്പോൾ വീണ്ടും ഇയാൾ ചോദിക്കുക, തുമ്മവൻ, പിന്നെ ആരോടാ നബിയെ? റസൂൽ പറഞ്ഞു, ഉമ്മുക്ക, നിൻ്റെ മാതാവിനോടാ. തുമ്മവൻ, പിന്നെ ആരോടാ? ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോടാ. പിന്നെയും ചോദിക്കയാം, തുമ്മവൻ, പിന്നെ ആരോടാ? അപ്പോൾ റസൂൽ പറഞ്ഞു, അബൂക്ക, നിൻ്റെ ഉപ്പയോടാ. നാലാമതാണ് ഉപ്പയുടെ പേരെടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഉപ്പയോടാണെന്ന് പറയുന്നത്. 3 പ്രാവശ്യം തൻ്റെ ഉമ്മയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണയായി റമദാനിൽ നമ്മൾ കേൾക്കാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മസ്ജിദ് നബവിയുടെ പള്ളി മെമ്പറുകളിലേക്ക് കാൽപാദങ്ങൾ വെക്കുന്ന സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ആമീൻ എന്ന് പറഞ്ഞ 3 ഘട്ടം. ആ 3 ഘട്ടങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞത്, റഹിമ അൻഫ് സുമ്മ റഹിമ അൻഫ് സുമ്മ റഹിമ അൻഫ് മൻ അദ്റക അബവൈ ഇൻദൽ കിബർ അഹദുഹുമാ ഔ കിലൈഹിമാ ഫലം യദ്ഖുലിൽ ജന്ന. ഒരാൾക്ക് പ്രായാധിക്യമുള്ള മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവർ മുഖേന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയ മനുഷ്യൻ അവൻ നിന്ദ്യനായി തീരട്ടെ, മോശപ്പെട്ട മനുഷ്യനായി തീരട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തു. ആ ദുആക്കാ ഞാൻ ആമീൻ പറഞ്ഞത്. എന്തിനാ ആമീൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഒരാൾക്ക് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ മാതാപിതാക്കളെ ലഭ്യമായി, ആ മാതാപിതാക്കൾ ഉണ്ടായിട്ട് അവർ മുഖേന ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഏറ്റവും മോശപ്പെട്ടവനായി തീരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യുകയും ആ ദുആക്കാണ് ഞാൻ ആമീൻ പറഞ്ഞ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരാൾക്ക് തൻ്റെ ഭക്ഷണം, അതായത് താൻ കഴിക്കുന്ന ഭക്ഷണം അത് വിശാലമായി തീരണമെന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിദ്ഖി വയുൻസഅ ലഹു ഫീ അഥരി ഫൽയസിൽ റഹ്മ. ഒരു മനുഷ്യൻ്റെ ആഹാരം വിശാലമായി തീരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ കുടുംബ ബന്ധം ചേർത്തട്ടെ എന്നതാണ്. അപ്പോൾ അള്ളാഹ് നിങ്ങൾ റിസ്ക് നീട്ടിത്തരും. അതല്ലാതെ കുടുംബത്തിന് കൊടുക്കാതെ, മാതാപിതാക്കൾക്ക് സമ്പാദ്യമൊന്നും അയച്ചു കൊടുക്കാതെ പിശുക്കി അതിങ്ങനെ ഒരുപാട് അധികരിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊന്നും ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ വിശാലത ഉണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിനെ വീണ്ടും ധൈര്യപ്പെടുത്തുകയാണ്. അതൈത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് പറയും, യാ റസൂലല്ലാഹ് ഇന്നി കുൻതു അറത്തുൽ ജിഹാദ മഅക് അബ്തഈ ബിദാലിക വജ്ഹല്ലാഹ് വദ്ദാറൽ ആഖിറ. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ കൂടെ യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ഞാൻ കാംക്ഷിക്കുന്നത്, അതുപോലെ പരലോക വിജയമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അങ്ങയുടെ കൂടെ യുദ്ധത്തിന് പോരാൻ താല്പര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം, നീ നശിക്കട്ടെ. അഹയ്യത്തുൻ ഉമ്മുക്, നിനക്ക് ഉമ്മയില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമ്മുണ്ട്. റസൂൽ പറഞ്ഞു, ഇർജിഹ് ഫബർറഹ, നീ മടങ്ങിച്ചെന്ന് മാതാവിന് അല്ലെങ്കിൽ പിതാവിന് ഖിദ്മത്ത് ചെയ്യുക, മടങ്ങിച്ചെല്ല്, അവർക്ക് നന്മ ചെയ്യ് എന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പോൾ ഇയാൾ മറ്റേ സൈഡിലൂടെ ഇങ്ങനെ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാം, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി കുൻതു അറത്തുൽ ജിഹാദ മഅക്, എനിക്ക് അങ്ങയുടെ കൂടെ ജിഹാദ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, പൂതിയാ, അങ്ങയുടെ കൂടെ യുദ്ധം ചെയ്യാൻ ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറയുകയാണ്, നിനക്ക് നാശം, നീ മടങ്ങിപ്പോ, എന്നിട്ട് നീ നിൻ്റെ മാതാവിന് പുണ്യം ചെയ്യ്. അപ്പോൾ ഇയാൾ വീണ്ടും വേറെ സൈഡിലൂടെ വന്നിട്ട് പിറകിലൂടെയൊക്കെ വന്നിട്ട് നബിയോട് ചോദിക്കുകയാം, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് അങ്ങയുടെ കൂടെ, യാ റസൂലല്ലാഹ് ഇന്നി കുൻതു അറത്തുൽ ജിഹാദ മഅക്,
എനിക്ക് അങ്ങയുടെ കൂടെ യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് നബിയെ, ഞാൻ വരട്ടെ അങ്ങയുടെ കൂടെ യുദ്ധത്തിന്. എനിക്ക് ഷഹീദാവാനുള്ള പൂതിയാണ്, ആഗ്രഹമാണ്. അത് മാത്രമല്ല പരലോകത്ത് വിജയിക്കാനും അവിടെ രക്ഷപ്പെടാനും വേണ്ടിയാ. റസൂൽ ആ മനുഷ്യനോട് പറയാണ്, നീ മടങ്ങിച്ചെന്ന് നിന്റെ മാതാവിന് നന്മ ചെയ്യടോ, എന്നാൽ നിനക്ക് രക്ഷപ്പെടാം. നീ നിന്റെ മാതാവിൻ്റെ കാൽപാദങ്ങളെ വിടാതെ പിന്തുടർന്നോ, അവിടെയാണ് സ്വർഗം. മാതാവിൻ്റെ കാൽപാദങ്ങൾക്കിടയിലാണ് സ്വർഗം. നിന്റെ മാതാവിൻ്റെ കാൽപാദങ്ങൾക്കിടയിലാണ് സ്വർഗമുള്ളത്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് പോയി ഖിദ്മത്ത് ചെയ്തോ എന്ന് ജിഹാദ് ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ ആഗ്രഹവുമായി താല്പര്യവുമായി കടന്നു വന്ന ഒരു മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുവെങ്കിൽ എത്രത്തോളം വലിയ ബാധ്യതയായിക്കൊണ്ടാണ് ഈ നന്മകളെയെല്ലാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബിവര്യന്മാരോട് ഈ നന്മയുടെ വശമായിക്കൊണ്ട് പഠിപ്പിച്ച ചില സംഗതികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അത് മാതാവിൻ്റെ നന്മ മാത്രമല്ല, മാതാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് മാതാവിൻ്റെ സുഹൃത്തുക്കൾ, മാതാവിൻ്റെ കൂട്ടുകാർ, അവർക്ക് നന്മ ചെയ്യുന്നത് പോലും പുണ്യമാണ്. തൻ്റെ മാതാപിതാക്കളെ ഒരാൾക്ക് ജീവിതകാലത്ത് നല്ല രീതിയിൽ അവരുടെ സ്നേഹം ലഭ്യമായില്ല, അല്ലെങ്കിൽ മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം തനിക്ക് ചെറുപ്പത്തിൽ നാളുകളിൽ തനിക്ക് ലഭ്യമായില്ല എങ്കിൽ അവരുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നന്മ ചെയ്യുന്നത് പോലും പുണ്യമാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അൽ ഖാലത്ത് ബിമൻസിലത്തിൽ ഉമ്മ, തൻ്റെ മാതാവിൻ്റെ സഹോദരി അല്ലെങ്കിൽ മാതാവിൻ്റെ സഹോദരി അവർ മാതാവിൻ്റെ സ്ഥാനത്താണ് എന്ന് റസൂൽ ഒരു ഹദീസിൽ പഠിപ്പിച്ചു. പിന്നെയോ മാതാപിതാക്കളുടെ കൂട്ടുകാരികൾക്ക് അവർക്ക് നന്മ ചെയ്യുന്നത് പുണ്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ സഹാബിവരൻ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയിലാണ്. അപ്പോൾ സഹാബിമാരൊക്കെ ഒരുപാടുണ്ട്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന രീതിയിൽ ഒരു കഴുതപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. ആ ഫസല്ലമ അലൈഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ വഹമലഹു അൽ ഹിമാരി കാന യർകബ്. മഹാനായ അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുകയാണ്. ഉടനെ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങുകയും എന്നിട്ട് വഅതാഹു ഇമാമതൻ കാനത്ത് അലാ റഅസിഹി, അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരുന്ന ഒരു കെട്ട് അല്ലെങ്കിൽ തലപ്പാവ് അതെടുത്തുകൊണ്ട് ഈ മനുഷ്യൻ്റെ തലയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ആളുകൾ അത്ഭുതപ്പെടുകയാണ്. ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ചെയ്യുന്ന കാര്യം? എന്തിനാണ് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങുകയും ആ മനുഷ്യൻ്റെ തലയിൽ ഈ തലപ്പാവ് വെക്കുകയും ആ മനുഷ്യനെ നിങ്ങളുടെ കഴുതപ്പുറത്തേക്ക് കയറ്റി വെക്കുകയും ചെയ്തത് എന്തിനാ? അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ മനുഷ്യൻ എൻ്റെ പിതാവിൻ്റെ ഈ മനുഷ്യൻ എൻ്റെ പിതാവിൻ്റെ കൂട്ടുകാരനാണ്. ഒരു യാത്രാമധ്യേ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ആ മനുഷ്യനെ തലപ്പാവ് അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ടുപോയി വെക്കുകയും അദ്ദേഹത്തെ താൻ സഞ്ചരിച്ച കഴുതപ്പുറത്തേക്ക് കയറ്റി അദ്ദേഹത്തെ സുഖമായി യാത്ര ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകൾക്ക് അത്ഭുതം, എന്തിനാ ഇയാൾക്ക് ഇത്ര അംഗീകാരം ഈ അബ്ദുല്ലാഹി ഉമർ നൽകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ എൻ്റെ പിതാവിൻ്റെ കൂട്ടുകാരനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ബർറൽ ബിർറ സിലത്തുർ റജുലി അഹ്ല വുദ്ദി അബി. ഒരാൾ തൻ്റെ കൂട്ടുകാരെ അല്ലെങ്കിൽ പിതാവിൻ്റെ കൂട്ടുകാരെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നുവെങ്കിൽ അത് തൻ്റെ പിതാവിനോടുള്ള സ്നേഹമായിക്കൊണ്ട് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ നന്മ അങ്ങനെ ചെയ്യുന്നത് എന്നതാണ്. മാത്രവുമല്ല, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയുടെ അരികിലേക്ക് ഒരാൾ വരികയാണ്. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞു, ഞാനൊരു പാപം ചെയ്തു പോയി, ഞാനൊരു കുറ്റം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് വല്ല പശ്ചാത്താപമുണ്ടോ? ഞാനൊരു പാപം ചെയ്തു, എനിക്ക് വല്ല പശ്ചാത്താപമുണ്ടോ? റസൂൽ ഉടനെ ചോദിക്കുന്നു, നിനക്ക് ഉമ്മയുണ്ടോ? അപ്പം നീ പറഞ്ഞു, ഉമ്മയില്ല. താങ്കളുടെ ഉമ്മയുടെ ഇളയമ അല്ലെങ്കിൽ അനിയത്തിയോ ഉമ്മയുടെ അനിയത്തിയോ ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, ഇളയമയുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. എന്നാൽ നീ അവർക്ക് പോയിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ സേവനം ചെയ്തു കൊടുത്തോ? അവർക്ക് ഖിദ്മത്ത് എടുക്കുന്നത് ആ മനുഷ്യനുള്ള കുറ്റത്തിനുള്ള പ്രായശ്ചിത്തമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു കുറ്റം ചെയ്ത മനുഷ്യൻ്റെ പാപം പൊറുക്കാൻ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് ഉമ്മയുടെ അനിയത്തിയോ അല്ലെങ്കിൽ ഉമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നീ നന്മ ചെയ്തു കൊടുത്തോ, എന്നാൽ നിൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്നതാണ്. നോക്കൂ നിങ്ങൾ, 3 പേര് ഒരു ഗുഹയിൽപ്പെട്ട സന്ദർഭം നമ്മൾ ധാരാളമായി കേട്ടു. 3 പേര് ഗുഹയിൽപ്പെട്ട് ഒരിക്കലും അവർ രക്ഷപ്പെടില്ല എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരിൽ ഒരു മനുഷ്യൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ, എനിക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ആ മാതാപിതാക്കളെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്നു,
എൻ്റെ മാതാപിതാക്കളെ എത്രത്തോളം ഞാൻ സ്നേഹിച്ചിരുന്നുവെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് പോലും അവർക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത്. എൻ്റെ മക്കളിങ്ങനെ വിശന്ന് കരയുമായിരുന്നു. എന്നാലും എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങുമ്പോൾ അവർ ഉണരട്ടെ എന്ന രീതിയിൽ എൻ്റെ മാതാപിതാക്കളെ ഞാൻ കാത്തു നിന്നിരുന്നു. അങ്ങനെ എൻ്റെ മക്കൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ അത്രത്തോളം എൻ്റെ സ്നേഹം മുഴുവനും എൻ്റെ മാതാപിതാക്കളിലായിരുന്നു ഞാൻ കേന്ദ്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം നിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് നാഥ, അതുകൊണ്ട് ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോൾ കല്ലിങ്ങ് മാറി എന്നാണ്, അല്പങ്ങ് മാറി. എന്തേ? ആ മനുഷ്യൻ്റെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു. നോക്കൂ നിങ്ങൾ, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള നന്മകളായിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ച്. അതുപോലെ ഒരു സംഭവം തന്നെ സാധാരണയായി നമ്മൾ കേട്ടൊരു സംഭവമുണ്ട്. അതായത് മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുറൈജി എന്ന് പറയുന്ന സാത്വികനായ നിഷ്കളങ്കനായ ഒരു ആബിദായ ഒരു മനുഷ്യൻ്റെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു. ആ ചരിത്രത്തിൽ നിന്നുള്ള പാഠം തന്നെ എന്താണ്? ഒരു ജുറൈജി എന്ന മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ ധാരാളമായി കേട്ടു. ഒരു ആലിമായ, അതുപോലെ തന്നെ ധാരാളമായിക്കൊണ്ട് നമസ്കാരങ്ങളിലും അതുപോലെ തന്നെ അള്ളാഹുവെക്കുറിച്ചുള്ള ഭയത്തിലും ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രം. ആ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? റസൂൽ അതിലൂടെ ഒരു വലിയ ഗുണപാഠമാണ് പഠിപ്പിക്കുന്നത്. ആ മനുഷ്യൻ ഇങ്ങനെ ആരാധനയിൽ ജീവിക്കുന്ന നാളുകളിൽ മാതാവ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ ആ കുന്നിൻ മുകളിലേക്ക് കയറി വരാറുണ്ട്. പർണശാലയിലേക്ക് വരുന്നു. മാതാവ് മകനെ നോക്കി വിളിക്കുമ്പോൾ മാതാവിനെ തിരിഞ്ഞു നോക്കിയില്ല അദ്ദേഹം നമസ്കാരത്തിലാണ്. മാതാവ് വന്ന് മോനെ മോനെ എന്ന് വിളിക്കുന്നു. പക്ഷെ നമസ്കാരത്തിലായതുകൊണ്ട് മാതാവിനെ പരിഗണിക്കാൻ കഴിഞ്ഞില്ല. വലിയ വിഷമത്തോടു കൂടി മാതാവ് ഇറങ്ങിപ്പോയി. പിന്നെയും നാളുകൾക്ക് ശേഷം മാതാവ് മകനെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ആ പർണശാലയിലേക്ക് അല്ലെങ്കിൽ ആരാധനയിൽ കഴിഞ്ഞിരുന്ന കുന്നിന് മുകളിലേക്ക് കയറി വരുന്നു. മകൻ നമസ്കാരത്തിലാ. 2-3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചപ്പോൾ മാതാവിന് സ്വാഭാവികമായിട്ട് മനസ്സിലൊരു വിഷമം വന്നു. അല്ലാ, ഈ മകന് ഇത്രത്തോളം ഞാൻ ഇങ്ങനെ വന്നിട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഈ കുന്നിന് മുകളിലേക്ക് കയറി വന്നുകൊണ്ട് ഞാൻ ഇവനെ വിളിച്ചിട്ട് എൻ്റെ വിളിക്ക് ഇവന് ഉത്തരം നൽകിയില്ലല്ലോ, ഇവനെ നീ ശപിക്കണമേ, ഒരു മോശപ്പെട്ട സ്ത്രീക്കിടയിൽ നീ ഇവൻ അപമാനിതനാക്കണേ എന്നൊരു പ്രാർത്ഥന. പെട്ടെന്ന് സ്വാഭാവികമായിട്ടൊരു മകനിൽ ഉള്ള ദേഷ്യം കൊണ്ട് അപ്പം വന്നൊരു വാക്കുകൊണ്ട് മാതാവ് അങ്ങനെ പറഞ്ഞു. പക്ഷേ അള്ളാഹു ഇങ്ങനെ അത് ഏൽക്കുകയാണ്, അള്ളാഹ് സ്വീകരിക്കുകയാണ് ആ ശാപം. ആ ശാപപ്രാർത്ഥന കേട്ടു. നാളുകൾ കഴിഞ്ഞു. ജനങ്ങൾക്കിടയിൽ ആളുകൾ ഇങ്ങനെ പലതരത്തിലുള്ള സംസാരങ്ങൾ നടത്തുമ്പോൾ ആ കുന്നിന് മുകളിൽ പർണശാല കെട്ടി ജീവിക്കുന്ന ജുറൈജി എന്ന് പറയുന്ന മനുഷ്യൻ വലിയ ആളായിരിക്കുന്നു, നമ്മൾ അവനെ മോശമാക്കണമെന്ന് നാട്ടിലെ പ്രമാണികൾ സംസാരിക്കുകയും അവരതിനൊരു വഴിയായി കണ്ടെത്തിയത് എന്താണ്? ഒരു വേശ്യയായ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു സ്ത്രീയെ സമീപിച്ചുകൊണ്ട് നീ ആ ജുറൈജിനൊന്ന് മോശക്കാരനാക്കണം. അങ്ങനെ അവർ ഈ പെണ്ണിനെ ആ രീതിയിൽ പറഞ്ഞയക്കുന്നു. ഇയാളെ വന്നുകൊണ്ട് വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്കറിയാം, ചരിത്രം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ സ്ത്രീയുടെ തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ജുറൈജ് വീഴുന്നില്ല. ആ അവസ്ഥയിൽ അവൾ ഒരു ആട്ടിടയനുമായി ഇണചേരുകയും ഗർഭിണിയാവുകയും നാളുകൾക്ക് ശേഷം പ്രസവിക്കുകയും പ്രസവത്തിൻ്റെ ശേഷം കുഞ്ഞുമായിക്കൊണ്ട് വീണ്ടും ആ പർണശാലയിലേക്ക് നാട്ടുപ്രമാണികളെ കൂട്ടിച്ചെല്ലുകയാണ് ജുറൈജിനെ മോശമാക്കണമെന്ന ചിന്തയുമായിക്കൊണ്ട്. എന്നാലോ ജുറൈജ് പറഞ്ഞു, ഞാൻ നമസ്കരിക്കുക, എനിക്കിതിലൊന്നും ഇടപെടാൻ താല്പര്യമില്ല. ആ സന്ദർഭത്തിൽ ജുറൈജിനെ ഇവർ വീണ്ടും ശല്യപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ പർണശാല പൊളിച്ചു കളയുകയും ജുറൈജിൻ്റെ കുട്ടിയാണിത്, ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പറയാം, 2 റക്അത്ത് എനിക്ക് നമസ്കരിക്കാനുള്ള അനുവാദം നൽകുമോ? 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ കുട്ടിയുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട്, മോനെ നിൻ്റെ പിതാവാരാ? കുട്ടി സംസാരിക്കുന്നു. എന്തേ? എൻ്റെ പിതാവ് നിങ്ങളല്ല, എൻ്റെ പിതാവ് ആട്ടിടയനായ മനുഷ്യനാണ് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് 3 മനുഷ്യന്മാർ സംസാരിച്ചതായിക്കൊണ്ട്, അല്ലെങ്കിൽ 3 കുട്ടികൾ, വളരെ ചെറുപ്പത്തിൽ 3 കുട്ടികൾ സംസാരിച്ചതായിക്കൊണ്ടുള്ള ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ഒന്ന് ഈ ജുറൈജിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കുട്ടിയാണ്. മറ്റൊന്ന് ഈസാ അലൈഹി ഇസ്ലാമാണ്. വേറെ ഒന്ന് ഒരു സ്ത്രീ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കെ സംസാരിച്ചൊരു കുട്ടിയുടെ ചരിത്രമുണ്ട്. അങ്ങനെയുള്ള 3 സംഭവങ്ങളാണ്. എന്തായാലും അല്പസമയത്തേക്ക് ആളുകൾക്കിടയിൽ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വന്നു ജുറൈജുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ജുറൈജ് മോശക്കാരനാ. എന്തേ? ഒരു ഉമ്മയുടെ വാക്ക്, അല്പനേരത്തൊരു ശാപം. ആ ശാപം പോലെയുള്ള ശാപം ഒരിക്കലും ഒരു മനുഷ്യനിലേക്ക് മേൽക്കാവതല്ല. നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് തരത്തിലുള്ള തിരക്കുകളിൽ ഓടിപ്പോകുമ്പോഴും നമ്മൾ രാത്രിയിൽ അല്പം വരാനൊന്ന് വൈകിക്കഴിഞ്ഞാലോ നമ്മെ വീട്ടിൽ കാത്തിരിക്കുന്ന, ഭക്ഷണവുമായി കാത്തിരിക്കുന്ന, ഉറക്കം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് കാത്തിരിക്കുന്ന ഒരേ ഒരാൾ, അത് തൻ്റെ ഉമ്മയാണ്. ഉമ്മക്കുറങ്ങാൻ കഴിയില്ല, കാരണം തൻ്റെ മോൻ വന്നില്ലല്ലോ, എന്താ അവൻ ഇത്ര താമസിച്ചേ എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ട മാതാവ്. അതുപോലെ പിതാവ്,
ആ മാതാപിതാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബാധ്യത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട് എന്നതാണ്. നോക്കൂ നിങ്ങൾ, താബിയുകളിൽപ്പെട്ട ഒരു പ്രമുഖനായ ഒരു വ്യക്തിയാണ് മുഹമ്മദ് ബിൻ സീരീൻ. ആ മുഹമ്മദ് ബിൻ സീരീൻ അദ്ദേഹം തൻ്റെ ഉമ്മയോട് ഇങ്ങനെ എന്തൊക്കെ ഉമ്മയോട് സംസാരിക്കുകയാണെങ്കിൽ വളരെ മൃദുലമായി കൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇയാൾക്ക് എന്തോ ഒരു അസുഖമുണ്ട് എന്നതാണ്. കാരണം അത്രത്തോളം താഴ്മയോട് കൂടി മാത്രമാണ് മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ സംസാരിക്കുക. ആളുകളോട് ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മാതാവിൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ താഴ്മയോടെ തല താത്തി വിനയത്തോടു കൂടി സംസാരിക്കുന്ന മുഹമ്മദ് ബിൻ സീരീൻ എന്ന മഹാനായ വ്യക്തി. അതുപോലെ തന്നെ ഭക്തനും പണ്ഡിതനും ആലിമുമായി ജീവിച്ചിരുന്ന ത്വൽഖ് ബിൻ ഹബീബ് എന്ന മഹാരഥനായ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം തൻ്റെ മാതാവിൻ്റെ അരികിലേക്ക് വന്നാൽ മാതാവിൻ്റെ നെറ്റിത്തടങ്ങളിൽ ചുംബിക്കുമായിരുന്നു. മാത്രവുമല്ല, മാതാവ് ഇരിക്കുന്ന സ്ഥലത്ത് കൂടി അദ്ദേഹത്തിന് ഇങ്ങനെ വരാൻ പോലും വലിയ ലജ്ജയായിരുന്നു. അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു അദബ് കേടായി തീരുമോ എന്ന ചിന്തയാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നിരുന്നത്. കാരണം മാതാവ് ഇരിക്കുന്ന ആ മേൽക്കൂരക്ക് കീഴിലൂടെ വരുമ്പോൾ മാതാവിന് അഭിമുഖമായിക്കൊണ്ട് ധിക്കാരത്തോടു കൂടി വരുന്നവനായി തീരുമോ എന്ന ചിന്ത കാരണം വിനയത്തോടു കൂടി ജീവിച്ചിരുന്ന ത്വൽഖ് ബിൻ ഹബീബ് എന്ന മഹാരഥനായ വ്യക്തി. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബിവര്യന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു സുബൈറിൻ്റെ മകനായിരുന്നു ആമിർ. വലിയ ഭക്തനും പണ്ഡിതനുമായിരുന്നു. ആ മഹാനായ മനുഷ്യനെ തൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ, അതായത് അബ്ദുല്ലാഹിബ്നു സുബൈർ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത്, എപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണെങ്കിലും അല്ലാ എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണമേ എന്ന പ്രാർത്ഥനയായിരുന്നു ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത്. അദ്ദേഹം ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണമേ, പിതാവിന് പുറത്തു കൊടുക്കണമേ എന്ന പ്രാർത്ഥനയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചരിത്രം പറഞ്ഞാൽ ഇബ്നു ഔറിൽ മുസ്നി റഹ്മഹുല്ല, അദ്ദേഹം ഒരിക്കൽ തൻ്റെ മാതാവിൻ്റെ അരികിലിരിക്കുകയാണ്. എന്നാൽ പോലും മാതാവ് വിളിക്കുന്നത് പെട്ടെന്ന് അദ്ദേഹം കേട്ടില്ല, അശ്രദ്ധനായി തീർന്നു. ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഉറക്കെ മാതാവിനുള്ള വിളി പിന്നെയും കേട്ടപ്പോൾ ഒന്ന് മറുപടി നൽകിയപ്പോൾ ശബ്ദം അല്പം ഉയർന്നു പോയി. ആ സമയത്ത് മാതാവിൻ്റെ ശബ്ദത്തേക്കാൾ വലിയ ശബ്ദമാണ് താൻ നടത്തിയതെന്ന് ഖേദം വന്നതുകൊണ്ട്, കുറ്റബോധം വന്നതുകൊണ്ട് 2 അടിമകളെയാണ് അദ്ദേഹം മോചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരാളുടെ ചരിത്രം പറഞ്ഞാൽ ആര്, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രമാണ്. ഒരു മനുഷ്യൻ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചുമലിൽ വൃദ്ധയായ തൻ്റെ മാതാവ് അദ്ദേഹത്തിൻ്റെ ചുമലുകളിലുണ്ട്. കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ മാതാവിനെ ചുമലിലേറ്റിയിട്ടാണ് കഅബ തവാഫ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ മനുഷ്യനിങ്ങനെ തൻ്റെ മാതാവിനെ പുണ്യം ചെയ്തു എന്ന നന്മയാൽ അദ്ദേഹം വലിയ സന്തോഷത്തോടു കൂടി അബ്ദുല്ലാഹിബ്നു ഉമറിനോട് ചോദിക്കുന്നു, അല്ലയോ അബ്ദുല്ലാഹിബ്നു ഉമറെ, ഞാൻ എൻ്റെ ഉമ്മക്ക് വലിയ പുണ്യം ചെയ്ത മനുഷ്യനായി തീർന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ മാതാവിന് ചെയ്ത ഈ നന്മ വലിയ നന്മയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ മറുപടി ഉടനെ വരുന്നു, ഓ എന്താണ്, അല്ലയോ സഹോദര, നീ ചെയ്യുന്ന ഈ കാര്യമുണ്ടല്ലോ, നീ ചെയ്യുന്ന കാര്യം നിൻ്റെ മാതാവിൻ്റെ ഒരു പുഞ്ചിരിക്ക് പോലും സമമായിട്ടില്ല. നിൻ്റെ മാതാവ് നിൻ്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കുമ്പോൾ നിനക്ക് എത്ര സന്തോഷം ഉണ്ടാവും? അതിന് പോലും സമമായിട്ടില്ല. നിൻ്റെ മാതാവിനെ ചുമലയിലേറ്റിയിട്ട് നീ കഅബ തവാഫ് ചെയ്യുന്നു, എന്നാൽ നിൻ്റെ മാതാവ് നിനക്ക് നൽകുന്ന ഒരു പുഞ്ചിരിക്ക് പോലും തത്തുല്യമായ പ്രതിഫലമായി തീർന്നിട്ടില്ല എന്നാണ് ഉടനെ അദ്ദേഹത്തോട് പറയുന്നത്. നോക്കൂ നിങ്ങൾ, മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യാത്ര കഴിഞ്ഞുകൊണ്ട് ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ മാതാവ് നമസ്കരിക്കുകയാണ്. മാതാവ് നമസ്കരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ മുന്നിൽ പോയിട്ട് നിൽക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. മാതാവിൻ്റെ മുമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭാഗത്ത് ഇരിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിക്കുന്നു. കാരണം അവരൊക്കെ വിനയാനിതന്മാരായിരുന്നു, ജീവിതത്തിൽ വലിയ ഭക്തിയുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാൽ തന്നെ മാതാപിതാക്കൾക്ക് വലിയ ഖിദ്മത്ത് ചെയ്യണമെന്ന ബാധ്യതകൾ തിരിച്ചറിഞ്ഞ മനുഷ്യന്മാർ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള നന്മകൾ സഹാബിമാരിലൂടെ കേട്ടുപഠിച്ചുകൊണ്ട് ആ നന്മകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ മാതാവിന് മനസ്സിലായി തൻ്റെ മകൻ വരുന്നുണ്ട് എന്നത്. മാതാവ് നമസ്കാരം ദീർഘിപ്പിക്കുകയാണ്. എന്നാലോ മകനാണെങ്കിൽ അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തൻ്റെ മാതാവിന് പ്രയാസമാകുമോ, അല്ലെങ്കിൽ മാതാവിനോട് അദബ് കേടാകുമോ? മാതാവ് നിന്ന് നമസ്കരിക്കുമ്പോൾ താൻ ഇരുന്നാൽ അത് മോശമായി തീരുമോ എന്ന് ചിന്തിക്കുന്നു. എന്നാലോ മാതാവ് നമസ്കാരം ദീർഘിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ദീർഘമായിക്കൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് മാതാവിൻ്റെ നമസ്കാരം അധികരിപ്പിക്കുകയാണ്. എന്നിട്ടോ
ആ നമസ്കാരം ഒരുപാട് സമയങ്ങൾക്ക് ശേഷം അവസാനിപ്പിക്കുന്നു. എന്നിട്ട് മാതാവ് മകനോട് പറയുകയാണ്, ഞാൻ നിനക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് എൻ്റെ നമസ്കാരം സുദീർഘമാക്കി തീർത്തത് എന്നാണ് ആ മാതാവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് നന്മയുടെ വശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളൊന്നും നമ്മുടെ മാതാപിതാക്കൾ ഖിദ്മത്ത് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നന്മ ചെയ്യുന്നതിലോ ഒരുപാട്, ഞാനായാലും നിങ്ങളായാലും ഒക്കെ ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണർത്തിയിട്ട് ആ നന്മകളിൽ പങ്കാളികളായി തീർന്നുകൊണ്ട് അവരോട് നന്മയിൽ വർത്തിക്കുവാനും അവരിലേക്ക് നന്മ ചെയ്യാനും അതായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അൽ കബായിർ, ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ടതാണ് അൽ ഇശ്റാഖ് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക എന്നത് വലിയ പാപമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മിനൽ കബായിരി ശതമുർ റജുലി വാലിദൈൻ, ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ശകാരിക്കലും വൻ പാപങ്ങളിൽ പെടുന്നു. അപ്പോൾ സഹാബത്ത് നബിയോട് ചോദിക്കാം, അല്ലാഹുവിൻ്റെ റസൂലേ, യാ റസൂലല്ലാഹ്, വഹൽ യശ്തിമുർ റജുലു വാലിദൈഹി, ഒരാൾ തൻ്റെ മാതാപിതാക്കളെ ശകാരിക്കുമോ റസൂലേ? ഒരാൾ തൻ്റെ മാതാപിതാക്കളെ എങ്ങനെയാ ശകാരിക്കുന്നത്? സ്വന്തം മാതാപിതാക്കളെ ആരെങ്കിലും ശകാരിക്കുമോ നബിയെ എന്ന് നബിയോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയുകയാണ്, നഅം, അതെ, മറ്റുള്ളവരുടെ, അതായത് നീ മാതാപിതാക്കളെ ശകാരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറയണം, അതെ, ശകാരിക്കും. യസുബ്ബു അബർ റജുൽ ഫയസുബ്ബു അബാ വയസുബ്ബു ഉമ്മു ഫയസുബ്ബു ഉമ്മ. അതായത് നമ്മൾ വേറെ ആളുടെ മാതാവിനെ ചീത്ത പറഞ്ഞാൽ, പിതാവിനെ ചീത്ത പറഞ്ഞാൽ, അവർ ഇങ്ങോട്ടും ചീത്ത പറയും, നിൻ്റെ ഉമ്മ എന്ന രീതിയിൽ ഇങ്ങോട്ടും അനാവശ്യം പറയുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് അനാവശ്യം പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ, അവരുടെ മാതാപിതാക്കളെ ചീത്ത പറയുമ്പോൾ അവർ തിരിച്ച് നിൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ചീത്ത പറയുന്നു. അത് തന്നെയാണ് നിൻ്റെ മാതാപിതാക്കളെ നീ ശകാരിക്കുക, ചീത്ത പറയുക എന്നതായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നമ്മൾ നൽകേണ്ട അവകാശങ്ങളോ ബാധ്യതകളോ അതിലെവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുടുംബബന്ധം നഷ്ടപ്പെടുത്തിയവരായി തീരുകയാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, ഒരു മനുഷ്യൻ തൻ്റെ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അവൻ നമസ്കരിക്കുന്നവനായിരിക്കാം, നോമ്പ് നോക്കുന്നവനായിരിക്കാം, മറ്റു നന്മകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നിടത്ത് അവൻ വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മുഖേന അവന് തൻ്റെ സ്വർഗം പോലും നഷ്ടപ്പെടുന്നതായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബിയന്മാരോട് പഠിപ്പിച്ചത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മാതാപിതാക്കളോടുള്ള നന്മയായിക്കൊണ്ട് തൻ്റെ സഹാബിയന്മാരെ പഠിപ്പിക്കുകയാണ്. ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ചില നന്മയുടെ വശങ്ങളായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില നന്മകൾ. അതായത് നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരുമായിക്കൊണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ഒക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് തൻ്റെ ഉപ്പയോടും ഉമ്മയോടും അതിനെക്കുറിച്ച് ഒരു അന്വേഷണം. ഞാനൊരു പുതിയ ഓഫീസോ അല്ലെങ്കിൽ റൂമോ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങുന്നു, ഒരു വീടെടുക്കുന്നു, ഇതൊക്കെ നാട്ടുകാരോട് മുഴുവൻ എന്താ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ സ്വന്തം മാതാപിതാക്കളോട് അല്ലെങ്കിൽ അവർ നല്ലൊരു അഭിപ്രായം പറഞ്ഞു കൊള്ളണമെന്നില്ല. അതായത് ഒരു വീടെടുക്കുമ്പോൾ എന്തിനാണ് വീടെടുക്കണേ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം, ഒരു സ്ഥലം വാങ്ങുമ്പോൾ ആ സ്ഥലം എന്തിനാണ് വാങ്ങുമെന്ന് ചോദിച്ചേക്കാം. എന്നാലും തൻ്റെ ഉപ്പയോടും ഉമ്മയോടൊന്ന് അന്വേഷിച്ചുകൊണ്ട് അത് അവരോടുമായെന്ന് ചർച്ച ചെയ്യുന്നത് അത് അവർക്ക് വലിയ സ്നേഹമായിരിക്കും. എൻ്റെ മോൻ എന്നോട് ചോദിച്ചല്ലോ, നാട്ടുകാരോട് മുഴുവനും ചോദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർ മുഴുവൻ അറിഞ്ഞിട്ടില്ല, അവസാനമായിരിക്കും ഉപ്പയും ഉമ്മയും അറിയുന്നത്. അപ്പം അങ്ങനെയാവാതെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് ഒരിക്കൽ പോലും അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള അവരുടെ വാക്കുകളെ നമ്മൾ ഒരിക്കലും അതിനെതിർത്തുകൊണ്ടുള്ള സംസാരം, അതിനേക്കാൾ ഉയർന്നൊരു സംസാരം, ഛേ എന്നൊരു വാക്ക് പോലും പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് ഛേ എന്നൊരു വാക്ക് പോലും നമ്മിൽ നിന്ന് സംഭവിക്കാതിരിക്കുക. പിന്നെയോ അവരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അവരുടെ സംസാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം ലഭ്യമാകാത്ത അല്ലെങ്കിൽ നമ്മെപ്പോലെ അറിവ് ലഭ്യമാകാത്ത ആളുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ പക്വത കുറഞ്ഞ സംസാരങ്ങൾ നമ്മിലേക്ക് ലഭ്യമായാൽ പോലും നമ്മളതിനെ പരിഹസിക്കാൻ പാടില്ല. അനുകമ്പയോടെയും അലിവും സ്നേഹവും ലാളിത്യവും വിനയവും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരോട് മുഴുവനും ചിലപ്പോൾ അയാളിങ്ങനെ സംസാരിക്കുമ്പോൾ വലിയ സ്റ്റാൻഡേർഡോട് കൂടി സംസാരിക്കുമ്പോൾ തന്നെ മാതാവിനോട് സംസാരിക്കുന്നിടത്ത് അതിൻ്റെ ആവശ്യമില്ല. മാതാവിനോട് വീട്ടിലുള്ള ആ ചുറ്റുപാടുകൾക്കനുസരിച്ച് മൃദുലമായ സംസാരമായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്. മാതാപിതാക്കൾക്ക്
മറ്റുള്ളവർക്കൊക്കെ ഫോൺ വിളിക്കും, കൂട്ടുകാർക്കൊക്കെ. എന്നാൽ സ്വന്തം മാതാപിതാക്കൾക്ക് ഫോൺ വിളിക്കുന്നിടത്ത്, അവരോട് അവരുടെ കുശലാന്വേഷണങ്ങൾ നടത്തുന്നിടത്ത്, അവരോട് ഇന്നത്തെ ഭക്ഷണം കഴിച്ചതിനെക്കുറിച്ച്, മരുന്ന് കഴിച്ചതിനെക്കുറിച്ച് ഇതൊക്കെ ചോദിക്കാൻ ഒരു മനുഷ്യന് കഴിഞ്ഞുവെങ്കിലോ നമുക്ക് വേണ്ടി എപ്പോഴും നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന രണ്ട് പേര്, ഇവർ 2 പേരാണ് എന്ന് ഓർമ്മയാൽ നമ്മൾ ജീവിക്കുക. പിന്നെയോ മാന്യതയും അതുപോലെ തന്നെ സ്നേഹവും ലാളിത്യവും ബഹുമാനവുമായിരിക്കണം നമുക്ക് അവരോടുണ്ടാവേണ്ടത്. അവരുടെ പെരുമാറ്റങ്ങളിൽ നമുക്ക് ആ രീതിയിലുള്ള സ്നേഹമായിരിക്കണം. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിന് നന്മയായി കൊണ്ടുവരാൻ പറ്റാവുന്ന ചില സംഗതി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സംഗതി കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സൂറത്ത് ഇസ്രായിലൂടെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അള്ളാഹുവേ, ചെറുപ്പത്തിൽ അവർ ഇരുവരും എനിക്ക് ഒരുപാട് നന്മ ചെയ്തു, അല്ലെങ്കിൽ അവർ ഇരുവരും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെന്നെ പോറ്റി വളർത്തുകയും പ്രയാസപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ നാഥ, അവർക്ക് 2 പേർക്കും നീ പുറത്തു കൊടുക്കണമേ, അവരോട് നീ കരുണ കാണിക്കണമേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന നിങ്ങൾ അവർക്ക് വേണ്ടി നിർവഹിക്കണം. അതുപോലെ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരേണമേ എന്നൊരു മനുഷ്യൻ പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മിൽ നിന്ന് ലഭ്യമാകുന്ന വലിയ അംഗീകാരമാണ് നമ്മൾ അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. ജീവിതകാലത്താണെങ്കിലും അവരുടെ മരണത്തിന് ശേഷമാണെങ്കിലും അവർക്ക് എന്നും നിലനിൽക്കുന്ന ഒരു നന്മ നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ നമ്മൾ എന്തൊരു നന്മ ചെയ്യുന്നോ അതിൻ്റെയൊക്കെ പ്രതിഫലം അവർക്ക് ലഭ്യമായിത്തീരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഒക്കെ അത് നമ്മെ ശീലിപ്പിച്ച് നമ്മുടെ മാതാപിതാക്കളാണ് എങ്കിൽ ആ മാതാപിതാക്കൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭ്യമാകുന്നു. അവർക്ക് പരലോകത്ത് വലിയ വിജയമായി തീരാൻ ആ മക്കൾ കാരണമായി തീരുന്നു. അങ്ങനെയുള്ള സ്വാലിഹായ സന്താനങ്ങളിൽ പെടാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അവിടുന്ന് വിശദീകരിക്കുകയാണ്, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് മാതാപിതാക്കൾ നിങ്ങളോട് എന്ത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും, ഇപ്പോൾ റസൂലുള്ളാഹിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ആരെന്ത് ചോദിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല എന്നൊരു വാക്ക് പറയില്ല. അത് റസൂലുള്ളാഹിയുടെ ഒരു പ്രത്യേകമാണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ, ചിലപ്പോൾ എല്ലാവരോടും നമുക്ക് അങ്ങനെ പെരുമാറാൻ കഴിഞ്ഞോളുന്നില്ല. കാരണം എല്ലാവരും ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചോളുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ആരെന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറയില്ല, ഉണ്ടെങ്കിൽ അത് ഉടനെ കൊടുക്കും. അത് എന്താണെങ്കിലും അത് നബിയുടെ പ്രത്യേകതയാണ്. എന്നാലോ നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ആ വിഷയം തിരഞ്ഞെടുക്കാം. നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഇല്ല എന്ന വാക്കല്ല നമ്മൾ പറയുന്നത്, ഉടനെ കൊടുക്കാൻ, അത് അവർക്ക് നൽകാൻ. കാരണം നമ്മൾ എന്ത് നൽകിയാലും അവർ നൽകിയതിന് തുല്യമായി തീരുന്നില്ല, അവർ നമുക്ക് വേണ്ടി ജീവിച്ചതിന് തുല്യമായി തീരുന്നില്ല. കാരണം അത്രത്തോളം സ്നേഹാദരവുകളും ലാളിത്യവും നമുക്ക് നൽകി നമ്മെ അവർ പോറ്റി വളർത്തിയെങ്കിൽ വലിയ ബാധ്യതയുണ്ട് എന്നതാണ്. പിന്നെയോ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലൂടെ നമ്മൾ ഓടി നടക്കുന്നു. എന്നാലോ നമ്മെ എപ്പോഴും കാണണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ അരികിലായിരിക്കണം നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തേണ്ടത്. വീട്ടിലെത്തിയാൽ മാതാപിതാക്കളെ സഹായിക്കാൻ, വീട്ടു ജോലികളിലും അതുപോലെ തന്നെ കുടുംബപരമായ കാര്യങ്ങളിലും സഹായിക്കാൻ നമ്മൾ ഇനിയുള്ള നാളുകളിലെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ നമ്മൾ തിരിച്ചറിയാൻ നമുക്കറിയണം. പിന്നെയോ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ പലപ്പോൾ കളവുകളൊക്കെ വന്നു പോയിക്കാം. പക്ഷെ നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നിടത്ത് ഒരിക്കലും കളവ് പറയാൻ പാടില്ല. കളവ് തീരെ പറയാൻ പാടില്ല. അത് മുനാഫിക്കളുടെ ലക്ഷണമാണ്. കളവ് പറയുന്ന ആളുകളെ ഹിദായത്തിലാക്കലൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളൊക്കെ കേട്ടതാണ്, ഹദീസുകൾ കേട്ടതാണ്. എന്നാലോ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും കളവ് വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ഇരിക്കുന്നു. ഇപ്പോൾ ചില ആളുകളൊക്കെ പുകവലിക്കുന്നവരൊക്കെ ആയിരിക്കും, അല്ലെങ്കിലോ ചിലപ്പോൾ തുണിയൊക്കെ ഇങ്ങനെ മടക്കുത്തിയിട്ടായിരിക്കും. എന്നാൽ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ പിതാവ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പുകവലിക്കുക എന്നത് മോശമായ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ മോശമായ സംഗതിയാണ്. എന്നാലോ മാതാപിതാക്കൾ ഇരിക്കുന്ന സന്ദർഭത്തിലേക്ക് അങ്ങനെ തുണി മടക്കുത്തിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അഹങ്കാരം അതൊരു മനുഷ്യനിലേക്ക് വരാൻ പാടില്ല. ഏറ്റവും അധികം വിനയത്തോടുകൂടി പെരുമാറേണ്ട സന്ദർഭവും സാഹചര്യവും തൻ്റെ മാതാപിതാക്കൾ ഇരിക്കുന്ന സദസ്സിലാണ്. തൻ്റെ ചില ആളുകൾ ബഹുമാനം കൂടിയിട്ട് മാതാപിതാക്കൾ ഇരിക്കുന്ന വഴിയെ പോലും വരാതെ മറ്റു വഴിയായിരിക്കും വരിക. കാരണം അവരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കാണുന്നത് പുച്ഛമായിട്ട്. അങ്ങനെയല്ല, മറിച്ച് പെരുമാറേണ്ട വിനയവും പക്വതയും സ്നേഹവുമായിരിക്കണം അവരിലേക്ക് ലഭ്യമായി തീരേണ്ടത്. പിന്നെയോ ഭക്ഷണം കഴിക്കുമ്പോൾ മാതാപിതാക്കളുമായി കൊണ്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുവാൻ.
അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇട്ട് അത് ഒരുമിച്ച് കൊണ്ട് ഒരു പാത്രത്തിൽ നിന്നെല്ലാം ഭക്ഷണം കഴിക്കുന്നിടത്ത് ബർക്കത്ത് ലഭ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച സംഗതിയാണ് എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബർക്കത്ത് നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് ലഭ്യമായി തീരാൻ ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത് ആ വിനയവും ലാളിത്യവും നമ്മൾ ഉണ്ടാക്കി തീർക്കുക. പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ ഭക്തി കാണിക്കേണ്ട സന്ദർഭം മാതാപിതാക്കളുടെ അരികിലാണ് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉപജീവനം ലഭ്യമായി തീരുന്നത് ഇവിടെ വന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിലാണ്. ആ കഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട അവരുടെ മരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അവരുടെ രോഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെയുള്ള ഒരു നിശ്ചിതമായൊരു വരുമാനം നമ്മളതിനു വേണ്ടി മാറ്റിവെക്കുക. ഇങ്ങനെ ഏതൊക്കെ കാര്യങ്ങളിൽ അവരുമായി കൊണ്ട് സഹകരിക്കാനും സഹായിക്കാനും ഒരു മനുഷ്യന് കഴിയുന്നുവോ അവിടെയെല്ലാം അയാൾ വിജയിക്കുകയാണ്. അതുകൊണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ആയത്തുകൾ ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ട്. മാതാപിതാക്കളുള്ള ബാധ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ധാരാളമായി നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ആയത്തുകൾ അധികം പാരായണം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അത്രത്തോളം ബാധ്യതകൾ അവരുമായി നിർവഹിക്കേണ്ടതുണ്ട്. നമ്മുടെ ബാധ്യതകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം നമുക്ക് കൂടുതൽ ബാധ്യത അവരുമായി കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ലാളിത്യവും വിനയവും തുടങ്ങുന്നത് ഒരു മനുഷ്യൻ്റെ കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്നാണ്. കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് ആ ഭക്തി ഉണ്ടാക്കി തീർക്കുന്ന മനുഷ്യരിലാണ് സ്നേഹം കടന്നു വരിക. എന്നാലേ അവൻ്റെ മക്കളും നാളുകൾക്ക് ശേഷം അവനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും അവന് വേണ്ടി ജീവിക്കുകയും ചെയ്യുകയുള്ളൂ. ഇല്ലെങ്കിലോ നമ്മൾ മറ്റുള്ളവരെ മുഴുവൻ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് നാളുകൾക്ക് ശേഷം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അംഗീകരിക്കാതെ വന്ന് പിന്നെ നമ്മുടെ മക്കളോ നമ്മെയും ആ രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥ കടന്നു വരാതിരിക്കാൻ നമ്മുടെ മാതാപിതാക്കളോടായിരിക്കണം നമുക്ക് കൂടുതൽ ബഹുമാനവും അവിടുന്ന് ആയിരിക്കണം ആ പക്വതയും കടന്നു വരേണ്ടത്. അങ്ങനെ കുടുംബബന്ധം പുലർത്താനും മാതാപിതാക്കളുടെ സ്നേഹം നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് തിരിച്ചറിയാനും വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി അൽഅർഹാം, അതായത് മാതാപിതാക്കളുള്ള ബാധ്യത കുടുംബബന്ധം ചേർക്കുക എന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കൂ. നിങ്ങൾ ഖുർആൻ്റെ ആയത്തുകൾ ധാരാളമായിക്കൊണ്ട് അത് ചേർക്കണമെന്നതും അവരോടുള്ള ബാധ്യത നിർവഹിക്കുന്നിടത്ത് കൽപ്പനാസ്വരമാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിൽ വസ്സനിൽ ഇൻസാന ബിവാലിദൈനി ഹുസ്ന എന്നതാണെങ്കിലും വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ആ ആയത്താണെങ്കിലും ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ. പിന്നെ വസ്സനിൽ ഇൻസാന ബിവാലിദൈ ഹമൽതു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ, പ്രയാസത്തിന്മേൽ പ്രയാസമായിക്കൊണ്ടാണ് തൻ്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത്. ഒരുപാട് പ്രയാസം. പിന്നെ 2 വർഷം മുലപ്പാൽ നൽകിയത്. അപ്പോൾ ഇതൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ അവസാനിക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവിലൂടെ മനുഷ്യന് ഏറ്റവും ബാധ്യത തൻ്റെ മാതാപിതാക്കളോട് അള്ളാഹുവിനുള്ള ആരാധന കഴിഞ്ഞാൽ മാതാപിതാക്കളോടുള്ള തൻ്റെ ബാധ്യത നിർവഹിക്കുന്നിടത്താണ്, അവരെ ബഹുമാനിക്കുന്നിടത്താണ്, അവരെ സ്നേഹിക്കുന്നിടത്താണ്. പ്രവാചകന്മാരുടെ ചരിത്രം അതിനാണ് നാം വിശദീകരിച്ചത്. സ്വഹാബിയന്മാരുടെ ചരിത്രങ്ങൾ അതിനാണ് വിശദീകരിച്ചത്. പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെയും താബികളുടെയും ചരിത്രങ്ങൾ അതാണ് നമുക്ക് നൽകിയ പാഠമെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആവശ്യമുള്ള മേഖലയാണ് എന്ന് തിരിച്ചറിയാൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. നമ്മൾ ഇനിയും പക്വതയാർന്ന രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുന്നതിനേക്കാൾ കൂടുതൽ പക്വത കാണിക്കേണ്ടതും സ്നേഹം കാണിക്കേണ്ടതും അവിടെ നിന്നാണെന്ന് തിരിച്ചറിവാൽ നമ്മൾ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങളും അവർ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്ത തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു തരയണമേ നാഥ. ഞങ്ങൾ വേർപിരിഞ്ഞു പോയ സഹോദരി സഹോദരന്മാർ, കുടുംബാദികൾ, മാതാപിതാക്കൾ അവരെയും ഞങ്ങളെയും നിൻ്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അള്ളാഹുവെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസവും ആഹ്ലാദവും പ്രദാനം ചെയ്യണമേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സ്നേഹതീരമാം എൻ്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല. നിറവസന്തമായി തെളിഞ്ഞൊരെൻ മനമിരുളടഞ്ഞു പോയതറിഞ്ഞില്ല. ഉമ്മയാണെനിക്കുയേറെ ഇഷ്ടം, ഉപ്പയില്ലാതില്ല ജീവിതം. ഉമ്മയാണെനിക്കുയേറെ ഇഷ്ടം, ഉപ്പയില്ലാതില്ല ജീവിതം. താങ്ങിനു താങ്ങായി തണലിനു തണലായി
എന്നും അവർ രണ്ടുപേരും വേണം. സ്നേഹം പകരാനറിയുന്നതവർ സ്നേഹതീരമാം. എന്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല. നിറവസന്തമായി തെളിഞ്ഞൊരെൻ മനമിരുളടഞ്ഞു പോയതറിഞ്ഞില്ല. കണ്ണീരിൽ മുങ്ങുന്ന വാക്കുകൾ പറഞ്ഞു ഞാൻ ഉമ്മാന്റെ മനമറിയാതെ. ഉമ്മ വെറുക്കുന്നതെന്നും ഞാൻ എതിർക്കും ഉമ്മാന്റെ സ്നേഹമറിയാതെ. ഉമ്മാന്റെ ഇടറുന്ന മൊഴികൾ പോലും അറിയാൻ കഴിഞ്ഞില്ല. റബ്ബേ റബ്ബേ സ്നേഹതീരമാ. എന്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല. നിറവസന്തമായി തെളിഞ്ഞൊരെൻ മനമിരുളടഞ്ഞു പോയതറിഞ്ഞില്ല. കുഞ്ഞുനാളിൽ എൻ്റെ ഉപ്പ കൂടെയോടി കളിക്കും ആ കളി എന്ന സ്വപ്നം മാത്രമാ. എന്റെ കൊഞ്ചിച്ചിരി കണ്ട് ഉപ്പ പൊട്ടി പൊട്ടി ചിരിക്കും ആ ചിരി എന്ന് ദൂരെ മാഞ്ഞു പോ. എന്നാണ് ഇരുളടഞ്ഞെന്റെ ജീവിതം തിരി തെളിയുന്നതു. റബ്ബേ റബ്ബേ സ്നേഹതീരമാം. എന്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല. നിറവസന്തമായി തെളിഞ്ഞൊരെൻ മനമിരുളടഞ്ഞു പോയതറിഞ്ഞില്ല. ഉമ്മയാണെനിക്കുയേറെ ഇഷ്ടം, ഉപ്പയില്ലാതില്ല ജീവിതം. ഉമ്മയാണെനിക്കുയേറെ ഇഷ്ടം, ഉപ്പയില്ലാതില്ല ജീവിതം. താങ്ങിനു താങ്ങായി തണലിനു തണലായി എന്നും അവർ രണ്ടുപേരും വേണം. സ്നേഹം പകരാനറിയുന്നതവർ സ്നേഹതീരമാം. എന്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല. നിറവസന്തമായി തെളിഞ്ഞൊരെൻ മനമിരുളടഞ്ഞു പോയതറിഞ്ഞില്ല. സ്നേഹതീരമാം. എന്റെ ജീവിതം ദുഃഖത്തിൻ തുള്ളി വീണതറിഞ്ഞില്ല.